ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കലാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്യേണ്ടതായി കാണുന്ന രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മുടെ പെപ്പർ ഇട്ട് കൊടുക്കുക, പിന്നെ ഇറ്റാലിയൻ സീസണിങ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരിഗാനോ ഇടണം, ഞാനത് എടുക്കാൻ മറന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ സോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബട്ടർ ഒരു പാനിലിട്ടിട്ട് നന്നായി ഇതാക്കുക. അതിലേക്ക് നമ്മൾ ഗാർലിക്കും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഗാർലിക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ ആയിട്ടാണ് കേട്ടോ ഗാർലിക്ക്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചിക്കൻ പൊരിക്കരുത്, ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് വേവണ്ട, ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഇങ്ങനെയാകുന്ന ടൈമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇളക്കിയിട്ട് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ട് ഈ കാണുന്ന രീതിയാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. പിന്നെ പാസ്തക്ക് മെയിനായിട്ട് വേണ്ട ഒന്നായിരുന്നു പാൽ. അപ്പോൾ ഞാൻ ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ ഇടുക, പിന്നെ നമ്മുടെ ഗാർലിക്കും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ഇത്തിരി കരിഞ്ഞു വേണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണേ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് മൈദ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്കൊക്കെ കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കുക, അത് കുറുകുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. അങ്ങനെ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാണ്ട് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ടൈമിൽ അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് റെഡിയായി വരുന്ന ടൈമിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ അതിലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരും കേട്ടോ. പിന്നെ പാസ്ത നമ്മൾ വേവിച്ച പാസ്തയും കൂടി ഇട്ട് റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. അങ്ങനെ അത് കുറച്ച് കുറുകി വരുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ടാവും, അടിപൊളിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മുടെ പാസ്ത ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ സ്പെഷ്യൽ ചിക്കന്. അപ്പം അതും കൂടി വെറുതെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് ഈ ഒരു ചെറിയുള്ളി, പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്നാണ് ഞാൻ എല്ലാം ഇതേപോലെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ക്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഗാർലിക്കൊക്കെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഒക്കെ ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്രഷ് ചെയ്തതിനൊക്കെ ശേഷം ഈ കാണുന്ന രീതിയിലാട്ടോ എല്ലാം ഉണ്ടാവേണ്ടത്. ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തോളൂ. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ റെഡ് ചില്ലി ചില്ലി ഫ്ലേക്സ് അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ജീരകം, പച്ചമുളക് അതും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് നേരം അടിച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് സെറ്റാവും. അതിലേക്ക് വേണമെങ്കിൽ ഇതും കൂടി ഇട്ട് സെറ്റാക്കി ചപ്പാത്തിൻ്റെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, അത്രയേ ഉള്ളൂ. അടുത്തൊരു വീണ്ടും കാണാം. ബൈ.